മൈ സ്റ്റൈൽ കുക്കിങ്ങിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിൽ മിനി കൊഴുക്കട്ട. സ്റ്റീമറിലൊക്കെ വെച്ചിട്ട് ആവിയിൽ പുഴുങ്ങിയതിന് ശേഷം മസാല കോട്ട് ചെയ്യുമ്പോൾ അത് ഒത്തിരി ഡ്രൈ ആയിപ്പോവും. അപ്പോൾ അതിന് പകരം ആവിയിൽ വേവിക്കാണ്ട് നമ്മളത് ഡയറക്റ്റ് മസാല കൂട്ടുള്ള വെള്ളത്തിലേക്ക് ഇട്ടിട്ട് തിളപ്പിച്ചെടുത്ത് നല്ലോണം ഡ്രൈ ആക്കി ഒരു മഞ്ചൂരിയൻ സ്റ്റൈലിലാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല സോഫ്റ്റ്, ടേസ്റ്റിനേക്കാളും കൂടുതൽ നല്ല സോഫ്റ്റ്. വായിലേക്ക് ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ മെൽറ്റ് ആയിപ്പോവും. അത്രയും നല്ല ടേസ്റ്റായി കഴിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടാണ്. 1 കപ്പ് അരിപ്പൊടി, നൈസായിട്ടുള്ള അരിപ്പൊടി വറുത്തത് 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴയ്ക്കണം കേട്ടോ. ഇപ്പോൾ നല്ല ചൂടായി. ഇത് തണുത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നല്ലോണം കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കണം. അപ്പോൾ തണുക്കട്ടെ. ഇത് മാവ് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുത്ത് വയ്ക്കാം. നമ്മുടെ കുട്ടി കുട്ടി ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് താളിക്കാനുള്ള ഐറ്റംസ് ആദ്യം റെഡിയാക്കാം. മസാല കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം കൊഴുക്കട്ട ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ അത് താളിച്ചിട്ടൊക്കെയാണ് ചെയ്യാറ്. പക്ഷെ നമുക്ക് ഇവിടെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ ചെയ്യുന്നത്. മസാലയും താളിക്കലും എല്ലാം ഒന്നിച്ച് തന്നെ നടക്കുന്നത്. നമുക്കൊന്ന് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇതിൻ്റെ അകത്തേക്ക് എണ്ണ ചൂടായതിനു ശേഷം കടുകൊന്നും ഇടുന്നില്ല. ഇത് സവാള, ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, എരിവ് കുറഞ്ഞ മുളക് പൊടി കേട്ടോ ഇത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ തന്നെ ഉള്ളൂ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറച്ച് കറിവേപ്പില, ഇതൊന്ന് ഫ്രൈ ആയതിനു ശേഷം ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കണം കേട്ടോ. 1 കപ്പ് പൊടി എടുത്തിരുന്നത് മാവ്, അതുകൊണ്ട് 2 കപ്പ് വെള്ളം ഇതിനകത്ത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. കുറച്ച് നല്ലോണം എരിവ് വേണമെന്നുള്ളവർക്ക് ഇതുപോലെ ഒരു പച്ചമുളകും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഇത് നല്ലോണം തിളച്ചു. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയത്, ഉപ്പൊക്കെ പാകത്തിനാണ് കേട്ടോ. ശേഷം ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ബോൾസ് ഇല്ലേ, അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കും. തീ കുറച്ച് വെക്കട്ടെ, എന്നിട്ട് ഇട്ട് കൊടുക്കും.
ഇപ്പം നമ്മുടെ മസാല കൊഴുക്കട്ട ഏകദേശം നല്ലോണം വെന്തു. ഇനി ഇത് 1 സ്പൂൺ അരിപ്പൊടി ചെയ്ത് ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന അരിമാവിൻ്റെ ആ ഒരു കുറുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കും, ഒന്ന് തിക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഒരു മസാലയുടെ മണത്തിന് 1/4 ടീസ്പൂൺ ബിരിയാണി മസാല. ഇതിപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന ബിരിയാണി മസാല ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ ആയാലും മതി, ബിരിയാണി മസാല ഇല്ലെങ്കിൽ. മസാല കൊഴുക്കട്ട റെഡിയായി. ലാസ്റ്റായിട്ട് മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം.